ഓട്ടോ ടാക്സി വർക്കേഴ്സ് യൂണിയൻ മേഖലാ വാഹന പ്രചാരണ ജാഥകൾ 22-ന് കട്ടപ്പന. ഓട്ടോ ടാക്സി ചാർജ് വർദ്ധിപ്പിക്കണമെന്നാവശ്യപ്പെട്ടുള്ള സെക്രട്ടേറിയറ്റ് മാർച്ചിന് മുന്നോടിയായി ജില്ലാ ഓട്ടോ ടാക്സി വർക്കേഴ്സ് യൂണിയന്റെ CITU മേഖലാ വാഹന പ്രചാരണ ജാഥകൾ ബുധനാഴ്ച നടക്കും. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് KG's ജ്വല്ലറിയുടെ അതുല്യമായ ആഭരണങ്ങൾ. KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. യൂണിയൻ ജില്ലാ സെക്രട്ടറി MC ബിജു ക്യാപ്റ്റനായ ജാഥയിൽ വൈസ് പ്രസിഡന്റ് TV ശശി വൈസ് ക്യാപ്റ്റനും ട്രഷറർ M ലക്ഷ്മണൻ മാനേജറുമാണ്. രാവിലെ 8-ന് കട്ടപ്പന പുതിയ ബസ് സ്റ്റാൻഡിൽ CITU ജില്ലാ സെക്രട്ടറി KS മോഹനൻ ഉദ്ഘാടനം ചെയ്യും. 9-ന് തങ്കമണി, 10-ന് ഇടുക്കി, 11:30-ന് അടിമാലി, 12:30-ന് ആനച്ചാൽ, 1:30-ന് മൂന്നാർ, 2:30-ന് രാജകുമാരി, 3:30-ന് ശാന്തൻപാറ എന്നിവിടങ്ങളിലെ സ്വീകരണത്തിന് ശേഷം 5:30-ന് നെടുങ്കണ്ടത്ത് സമാപിക്കും. ഈ വരുന്ന 24-ാം തീയതി ഓട്ടോ ടാക്സി ലൈറ്റ് മോട്ടോർ ഫെഡറേഷൻ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റ് മുമ്പിലേക്ക് സമരം നടത്തപ്പെടുക. ഈ സമരത്തിന്റെ ഭാഗമായിട്ടുള്ള മുദ്രാവാക്യം ഇന്ധനവില പിൻവലിക്കുക, ഓട്ടോ ടാക്സി നിരക്ക് വർദ്ധിപ്പിക്കുക, പൊതു വാഹനങ്ങൾക്ക് സബ്സിഡി നിരക്കിൽ ഡീസൽ പെട്രോളും നൽകുക, തൊഴിലാളി ദ്രോഹ ലേബർ കോഡ് പിൻവലിക്കുക, മോട്ടോർ തൊഴിലാളികൾക്ക് ESA ഏർപ്പെടുത്തുക, വിലക്കയറ്റം തടയുക. ഈ മുദ്രാവാക്യമാണ് ഞങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ഏറ്റവും മർമ്മപ്രധാനമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഡീസലിൻ്റെയും പെട്രോളിൻ്റെയും വില വർധനവ് ഈ മേഖലയിൽ, മോട്ടോർ മേഖലയിൽ പണിയെടുക്കുന്ന ഉപജീവന മാർഗമായി സ്വീകരിച്ചിട്ടുള്ള ആളുകൾക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ലാത്ത രൂപത്തിൽ വലിയ രൂപത്തിലാണ് വില വർദ്ധിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. കേന്ദ്ര ഗവൺമെൻറ് ഒരു മാസത്തിൽ 3-4 തവണ വില വർദ്ധിപ്പിക്കുന്നു. 2022-ലാണ് ഒരു ഓട്ടോ ചാർജുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ചർച്ച നടക്കുകയും ഒരു തീരുമാനം ഉണ്ടാകുകയും ചെയ്തു. അതിനുശേഷം തുടർന്ന് ഈ 4 വർഷക്കാലമായി ഓട്ടോ ചാർജ് വർദ്ധിപ്പിച്ചിട്ടില്ല. ഈ ഇടക്കാലം കൊണ്ട് വലിയ രൂപത്തിലാണ് ഡീസലിൻ്റെയും പെട്രോളിൻ്റെയും വില വർദ്ധിപ്പിക്കുകയും ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാന ഫെഡറേഷൻ ഗതാഗത വകുപ്പ് മന്ത്രിക്ക് നേരത്തെ തന്നെ ഇടതുപക്ഷം LDF അധികാരത്തിലിരിക്കുമ്പോൾ അവസാന നിമിഷത്തിലാണ് നമ്മളൊരു പരിഷ്കരണത്തിന് വേണ്ടി നോട്ടീസ് കൊടുക്കുകയും ചർച്ചയ്ക്ക് വിളിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ അത് പൂർത്തിയാക്കാൻ അത് നടന്നില്ല എന്നുള്ളത് നമുക്കറിയാം. തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ എടുത്തിട്ടില്ല. അത് തെരഞ്ഞെടുപ്പിന് ശേഷം ആവശ്യമായ നിലപാടുകൾ സ്വീകരിക്കാമെന്ന് പറഞ്ഞ് ചർച്ചയിൽ നിൽക്കുമ്പോഴാണ് തെരഞ്ഞെടുപ്പ് വരുന്നത്. ഇടതുപക്ഷ ഗവൺമെൻറ് ഭരണത്തിൽ നിന്ന് മാറി UDF അധികാരത്തിൽ വന്നു. അപ്പോൾ ഞങ്ങൾ അന്ന് കൊടുത്തിട്ടുള്ള ഡിമാൻഡ് ഈ ഡിമാൻഡ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ഈ ഡിമാൻഡിൻ്റെ അടിസ്ഥാനത്തിൽ ചർച്ച നടത്തി അടിയന്തരമായി ചാർജ് വർധന അടക്കമുള്ള പ്രധാനപ്പെട്ട വിഷയങ്ങളാണ് ESA അടക്കമുള്ള കാര്യങ്ങൾ തൊഴിലാളികൾക്ക് ഏർപ്പെടുത്തണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഞങ്ങൾ സമരം നടത്തുന്നത്. എടുക്കുന്ന തൊഴിലാളികളെ സംബന്ധിച്ച് അവർക്ക് മറ്റ് ആനുകൂല്യങ്ങളൊന്നും ലഭിക്കുന്നില്ല. DA ഇല്ല, ഇൻക്രിമെന്റ് ഒന്നുമില്ല. 2022-ൽ തീരുമാനിച്ച കൂലിക്കാണ് 2026-ലും ഓടുന്നത്. നമ്മുടെ കേരളത്തിലെ തന്നെ തോട്ടം തൊഴിലാളികൾക്ക് ശമ്പളം വർദ്ധിപ്പിച്ചു. അവർക്ക് 3 മാസം കൂടുമ്പോൾ ക്ഷാമബത്ത വർദ്ധിപ്പിച്ചു. സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്കും അവർക്ക് DA വർദ്ധിച്ച് കിട്ടുന്നുണ്ട്. കഴിഞ്ഞ 4 വർഷമായിട്ട് ഓട്ടോ രംഗത്ത് പണിയെടുക്കുന്ന തൊഴിലാളികൾക്ക് ഒരു നയാ പൈസ പോലും വർദ്ധിച്ച് കിട്ടിയിട്ടില്ല. CITU ജില്ലാ ജോയിന്റ് സെക്രട്ടറി TM ജോൺ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. നേതാക്കളായ ബേബിലാൽ, PK ബഷീർ, ഫൈസൽ ജാഫർ, KU ബിനു, TM സുരേഷ് തുടങ്ങിയവർ വിവിധ കേന്ദ്രങ്ങളിൽ സംസാരിക്കും. യൂണിയൻ ജില്ലാ പ്രസിഡന്റ് KR സോദരൻ നയിക്കുന്ന കുമളി മേഖലാ ജാഥയിൽ KK കബീർ വൈസ് ക്യാപ്റ്റനും R രവികുമാർ മാനേജറുമാണ്. രാവിലെ 8-ന് ചേറ്റുകുഴിയിൽ CITU ജില്ലാ പ്രസിഡന്റ് R തിലകൻ ഉദ്ഘാടനം ചെയ്യും. 9-ന് അണക്കര 8-ാം മൈൽ, 10-ന് കുമളി, 11-ന് വണ്ടിപ്പെരിയാർ, 12:30-ന് ഏലപ്പാറ, 1:30-ന് മേരിക്കുളം, 2-ന് ഉപ്പുതറ, 3-ന് മൂലമറ്റം, 4-ന് കരിമണ്ണൂർ എന്നിവിടങ്ങളിൽ സ്വീകരണത്തിന് ശേഷം 5-ന് തൊടുപുഴയിൽ സമാപിക്കും. 2 ജാഥകളായി ഇടുക്കി ജില്ലയിൽ 2 ജാഥ എന്ന നിലയ്ക്കാണ് തീരുമാനിക്കപ്പെട്ടിട്ടുള്ളത്. ഒരു ജാഥ ചേറ്റുകുഴിയിൽ നിന്നും KR സോദരൻ ക്യാപ്റ്റനായിട്ടുള്ള ജാഥ ചേറ്റുകുഴിയിൽ ആരംഭിച്ച് അവിടെ നിന്നും വണ്ടമ്മേട്, കുമളി,
വണ്ടിപ്പെരിയാറ്, ഏലപ്പാറ, വാഗമണ്ണ്, അതിനുശേഷം മൂലമറ്റത്തു നിന്ന് കരിമണ്ണൂർ, തൊടുപുഴ സമാപനമായി ബന്ധപ്പെടുത്തി ഒരു ജാഥയും, വേറൊരു ജാഥ കട്ടപ്പനയിൽ 22 രാവിലെ KS മോഹൻ ഉദ്ഘാടനം ചെയ്ത് ഞാൻ നയിക്കുന്നൊരു ജാഥയാണ്. അത് കട്ടപ്പനയിൽ നിന്നും ആരംഭിച്ച് അവിടെ നിന്നും നമ്മുടെ തങ്കമണിയിൽ നിന്ന് ഇടുക്കിയിൽ നിന്ന് അടിമാലിയിൽ നിന്ന് മൂന്നാർ, രാജകുമാരി, ശാന്തമ്പാറ, നെടുങ്കണ്ടം സമാപനം എന്ന നിലയ്ക്ക് നമ്മുടെ ജില്ലയിലാകെ കേന്ദ്രീകരിച്ച് പോത്തക്ക രൂപത്തിലുള്ള റൂട്ടാണ് തീരുമാനിച്ചിട്ടുള്ളത്. വിവിധ കേന്ദ്രങ്ങളിൽ സംസ്ഥാന ജില്ലാ നേതാക്കളെല്ലാം ഇതെല്ലാം പങ്കെടുക്കുന്നുണ്ട്. തൊഴിലാളികളെ ആകെ അവരുടെ അവകാശ ബോധത്തിലേക്ക് കൊണ്ടെത്തിക്കുവാനും ഈ രൂപത്തിൽ ഗവൺമെന്റ് എടുക്കേണ്ട സമീപനങ്ങൾ എടുക്കണം, ഈ വിഭാഗം തൊഴിലാളികളെ സംരക്ഷിക്കണം എന്നാണ് ഞങ്ങൾ യാതൊരുകൂടി ആവശ്യപ്പെടുന്നത്. സമാപന സമ്മേളനം CITU സംസ്ഥാന സെക്രട്ടറി KP മേരി ഉദ്ഘാടനം ചെയ്യും. CR സോമൻ, രാജീവ് കുമളി, ക്രിസ്റ്റി, ജിൽസൺ പീറ്റർ തുടങ്ങിയവർ വിവിധ കേന്ദ്രങ്ങളിൽ സംസാരിക്കും. ഇന്ധനവില വർധന പിൻവലിക്കുക, പൊതുവാഹനങ്ങൾക്ക് സബ്സിഡി നിരക്കിൽ ഇന്ധനം നൽകുക, തൊഴിലാളിദ്രോഹ ലേബർ കോഡ് ഉപേക്ഷിക്കുക, മോട്ടോർ തൊഴിലാളികൾക്ക് ESI അനുവദിക്കുക, വിലക്കയറ്റം തടയുക തുടങ്ങിയ ആവശ്യങ്ങൾ അനുവദിച്ചാണ് ജാഥ നടത്തുന്നതെന്ന് ഓട്ടോ ടാക്സി വർക്കേഴ്സ് യൂണിയൻ ജില്ലാ ഭാരവാഹികളായ MC ബിജു, KR സോദരൻ, CJ ജോമോൻ, ഫൈസൽ ജാഫർ എന്നിവർ പങ്കെടുത്തു. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സ്ത്രീ സൃഷ്ടികളിൽ ഏറ്റവും പരിശുദ്ധയായ ഒന്ന്. ആ പരിശുദ്ധിക്ക് നിറം കൂട്ടുന്ന ഒന്നാണ് അവരുടെ ആത്മവിശ്വാസം. അതിനാൽ ഞങ്ങൾ മനസ്സിലാക്കുന്നു, നിങ്ങൾ അർഹിക്കുന്നു KG's ജ്വല്ലറിയുടെ അതുല്യമായ ആഭരണങ്ങൾ. KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ആ ഷോപ്സ് കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്ക.